ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ട്രഡീഷണൽ പുഡിംഗ് ഓർ ഡെസേർട്ട് അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തലശ്ശേരി കണ്ണൂർ ഏരിയയിലൊക്കെ ഇതിന് കൂടുതലായിട്ട് മുട്ട ഉറപ്പിച്ചത് അല്ലെങ്കിൽ പാൽ ഉറപ്പിച്ചത് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അരക്കപ്പിലും കുറച്ച് കുറവായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓവറായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ അരക്കപ്പ് നിറയെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി നിറയെ എടുത്തിട്ടുണ്ട്. ഞാൻ ഏലക്ക മാത്രം പൊടിച്ചിട്ടുള്ള പൊടി ആയതുകൊണ്ട് 1/2 ടീസ്പൂൺ നിറയെ എടുത്തത്. ഏലക്കായും പഞ്ചസാരയും കൂടിയിട്ട് ഒന്നിച്ച് പൊടിച്ചതാണെങ്കിൽ 1 ടീസ്പൂൺ വരെ എടുക്കുക കേട്ടോ. പിന്നെ 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, അതായത് ഒരു മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിന് 5 മുട്ടയ്ക്ക് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് വേവാൻ ടൈം എടുക്കും. പാൽപ്പൊടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് വേവുകയും ചെയ്യും. ആ ഒരു മുട്ടയുടെ ഫ്ലേവറൊന്നും കൂടുതലായിട്ട് മുന്നിൽ നിൽക്കും, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേണ്ടത് നമ്മൾ അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പം ഞാനിത് ഇതുപോലൊരു ഗ്ലാസ് ട്രേയിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് ഗ്ലാസ് ട്രേ വേണമെന്നൊന്നുമില്ല കേട്ടോ, സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടാവില്ല, അതിൽ ചെയ്തെടുത്താലും മതി. എനിക്കിപ്പോൾ ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നതേന്നുള്ളൂ. അപ്പോൾ അതിൽ നന്നായിട്ട് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാ സൈഡിലും നന്നായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഒന്ന് മാക്സിമം നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കട്ട് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നല്ലൊരു ഫ്ലേവർ, ആ ഒരു നെയ്യുടെ ഫ്ലേവറും കൂടിയും വരും കേട്ടോ ഇതിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റീൽ പ്ലേറ്റോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളില്ല സ്റ്റീലിൻ്റെ, അതിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് സെർവ് ചെയ്യേണ്ടിക്ക് അങ്ങനെയും ചെയ്യും. ഇതിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇനി ഇതിപ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ സ്റ്റീമറിൽ ഇത് കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് ഇതങ്ങ് എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ വേവിൻ്റെ സമയം എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് 15 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചില ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. പെട്ടെന്ന് റെഡിയാവും. അങ്ങനെ ഇതൊരു 15 മിനിറ്റ് ആകുന്ന സമയത്ത് നമ്മുടെ മുട്ട ഉറപ്പിച്ചത് അല്ലെങ്കിൽ പാൽ ഉറപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടി, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുക്കുമ്പോൾ താഴ്ന്നു പോകും കേട്ടോ, അത് കാര്യമാക്കണ്ട. അപ്പോൾ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ കുത്തി നോക്കുക കേട്ടോ. കണ്ടില്ല, കത്തിയിലൊന്നും ഒട്ടി പിടിക്കുന്നു ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് എടുത്തിട്ട് മാറ്റി വെക്കുക. നല്ലപോലെ ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിന് വേറെയും ഒരുപാട് പേരുണ്ട് കേട്ടോ. മുട്ട പാലട, അതുപോലെ തന്നെ മുട്ട പുഡിങ്, പാൽ പുഡിങ്. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പേരാന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു ഐറ്റം ഉണ്ട് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ പേര് എന്നുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ പഴയ കാലം നമ്മുടെ ഉമ്മാമ്മമാരുടെ കാലത്തൊക്കെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വീട്ടിലുള്ളതല്ലേ എല്ലാ ഐറ്റംസും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പുഡിങ്ങായിട്ടും സ്നാക്സ് ആയിട്ടും സെർവ് ചെയ്ത് കൊടുക്കുന്നൊരു ഐറ്റമാണ് കേട്ടോ കേട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചൂടാറിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നെല്ലാം പറയില്ല, അതുപോലത്തെ ഒരു ഓവർ അലിയുന്നില്ല, എന്നാലും ആ ഒരു ടൈപ്പ് ടെക്സ്ചർ തന്നെയാണ് കേട്ടോ ഇതിന് വരുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഫേവറായിരിക്കും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ല. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം അറിയിക്കട്ടെ, എല്ലാ ഫീഡ്ബാക്സും അറിയിക്കണേ. അപ്പോൾ ഇത്രയുള്ള വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്